മോഹൻലാലിൻ്റെ അമ്മ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അമ്മ ഇന്ന് ഉച്ചയോടുകൂടിയാണ് മരണപ്പെട്ടത്. എളമക്കരയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചാണ് അമ്മ മരണപ്പെട്ടത്. ഏറെ നാളായി ശാന്താകുമാരി അമ്മ ചികിത്സയിലായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് ഒരുപാട് നാളായി അമ്മ സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. 90 വയസ്സായിരുന്നു അമ്മക്ക്. അമ്മയെക്കുറിച്ച് ലാലേട്ടൻ തന്നെ മാതൃഭൂമിയിൽ എഴുതിയൊരു കുറിപ്പ് വളരെ വികാര നിർഭരമായിരുന്നു. എൻ്റെ അമ്മ കുറേ നാളുകളായി എന്നോട് ഒരുപാട് സംസാരിക്കാറുണ്ടായിരുന്ന അമ്മ കുറച്ച് നാളുകളായി എന്നോട് സംസാരിക്കാറില്ല. അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. കണ്ണുകളിലൂടെയാണ് ഞാനും അമ്മയും ആശയങ്ങൾ പങ്കുവെക്കാറ് എന്ന് സ്നേഹത്തോടെ അമ്മയെക്കുറിച്ച് ഓർക്കുന്ന ഒരു കുറിപ്പ് ലാലേട്ടൻ പങ്കുവച്ചിരുന്നു. ഒരുപാട് പേരാണ് പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാനായിട്ട് എളമക്കരയിലെ വസതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയും മമ്മൂക്കയുടെ ഭാര്യയും അല്പം മുൻപ് എത്തിയിരുന്നു. അതുപോലെ തന്നെ സായികുമാർ, ബിന്ദു പണിക്കർ, ഒരുപാട് താരങ്ങളാണ്, രമേശ് പിഷാരടി അടക്കമുള്ള ഒരുപാട് താരങ്ങൾ, സിനിമാ മേഖലയിൽ ഒരുപാട് താരങ്ങൾ അമ്മയെ അവസാനമായി കാണാനായി വസതിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മാതൃഭൂമിക്ക് വേണ്ടി ലാലേട്ടൻ എഴുതിയ കുറിപ്പിലാണ് അമ്മയെക്കുറിച്ച് എഴുതിയത്. അത് നമ്മളെ ഏവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തന്നെയായിരുന്നു. എൻ്റെ അമ്മ കുറച്ച് വർഷങ്ങളായി കിടപ്പിലാണ്. ധാരാളം സംസാരിക്കുമായിരുന്നു. അമ്മയ്ക്ക് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല. കണ്ണുകളിലൂടെയാണ് ഞാനും അമ്മയും ഇപ്പോൾ കൂടുതൽ മിണ്ടാറുള്ളത്. കണ്ണിൽ നോക്കിയിരുന്നാണ് ഞാൻ ആ സ്നേഹവും വാത്സല്യവും അറിയുന്നത്. ചിലപ്പോൾ അമ്മ എന്നെ ഒന്ന് തൊടും, തലയൊന്നിളക്കും. അതിലൊക്കെ ഇപ്പോൾ ഒരു ഭാഷ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നായിരുന്നു ലാലേട്ടൻ എഴുതിയത്. പണ്ട് അമ്മ എനിക്ക് ഉരുള ഉരുട്ടിത്തരുന്നത് പോലെ ഞാനിപ്പോൾ അമ്മയ്ക്ക് ഉരുള നൽകും. ഞാനും ഭാര്യ സുചിത്രയും കഴിക്കുന്നത് നോക്കി അമ്മ കിടക്കും. തൊട്ടിരിക്കുക എന്ന് പറയാറില്ലേ, അതുപോലെയാണ്. ആ തൊടലിലൂടെ ഒരുപാട് കാര്യങ്ങൾ അമ്മ പറയാതെ പറയുന്നുണ്ടാവണം. അങ്ങനെ അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു ചക്രം പൂർത്തിയാവുന്നത് ഞാൻ അറിയുന്നു, അനുഭവിക്കുന്നു. ഞാനതിൽ എന്നെ കാണുന്നു, മനുഷ്യജീവിതം കാണുന്നു എന്നൊരു കുറിപ്പായിരുന്നു ലാലേട്ടൻ പങ്കുവച്ചിരുന്നത്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടി കൊച്ചിയിലെത്തിയ ലാലേട്ടൻ ആദ്യം സന്ദർശിച്ചത് കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന അമ്മയെയായിരുന്നു. അമ്മയുടെ കഴിഞ്ഞ പിറന്നാൾ കുടുംബാംഗങ്ങളെയും അടുത്ത സുഹൃത്തുക്കളെയും പങ്കെടുപ്പിച്ച് ലാലേട്ടൻ ആഘോഷമാക്കിയിരുന്നു. ഇതിൻ്റെ ചിത്രങ്ങളും ശ്രദ്ധേയമായിരുന്നു. ലാലേട്ടൻ്റെയും സുചിത്രയുടെയും മകൻ പ്രണവ് മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂരും മേജർ രവി, സമീറ ഹംസ തുടങ്ങിയവരായിരുന്നു അന്ന് ലാലേട്ടൻ്റെ ചിത്രത്തിലുണ്ടായിരുന്നത്. അമ്മയുടെ ഈ ഒരു വിയോഗം, അമ്മയും മകനും തമ്മിൽ അത്രത്തോളം അടുപ്പമായിരുന്നു. അമ്മയുടെ ഈ ഒരു വിയോഗം അത്രത്തോളം ലാലേട്ടനെ വേദനപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും, ലാലേട്ടനെ സ്നേഹിക്കുന്ന ഏവരെയും വേദനപ്പെടുത്തുന്നത് തന്നെയാണ്. ഒരുപാട് താരങ്ങളാണ്